നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ NDA മത്സരിച്ച അല്ലെങ്കിൽ NDAയിലേക്ക് പുതുതായി വന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് 2020 കേരളത്തിൽ തനിച്ചു നിൽക്കുകയും ചില മണ്ഡലങ്ങളിൽ ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തുകയുമൊക്കെ മുന്നേ ചെയ്തിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി 2020 NDAയിലേക്ക് വരികയായിരുന്നു. NDAയുടെ ഭാഗമായി ഏതാണ്ട് 19ഓളം സീറ്റുകളിൽ 2020 മത്സരിച്ചു. 2020യുടെ സീറ്റുകളിൽ നിരവധി സെലിബ്രിറ്റികളും മത്സരിച്ചു. അതിലൊരാളാണ് അഖിൽ മാരാർ. ഈ അടുത്ത കാലത്ത് 2020യുമായി തെറ്റിപ്പിരിയുന്നു. സാബു എം ജേക്കബുമായി ഉള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ താൻ 2020 വിടുന്നു എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങളൊക്കെ വന്നിരുന്നതാണ്. നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടുള്ള നേരിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള കൊമ്പുകോർക്കൽ അതിൻ്റെ ഭാഗമായിട്ട് ഈ അഖിൽ മാരാർ വലിയ രീതിയിൽ കേരളത്തിൽ ചർച്ചാ വിഷയമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ അഖിൽ മാരാർ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ നിർത്തുന്നു എന്ന സൂചനയാണ് നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ആ സൂചന നൽകുന്നത്. പൊതുപ്രവർത്തനം നിർത്തി കുടുംബത്തോടൊപ്പം ജീവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി ജീവിക്കാൻ പോകുന്നു എന്ന ഒരു സന്ദേശമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഏതാണ്ട് 3 മണിക്കൂർ മുമ്പിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് അദ്ദേഹം ഈ പൊതുപ്രവർത്തനത്തിലൂടെ സമ്പാദിച്ചത് വെറും ശത്രുക്കളെ മാത്രമായിരുന്നു. BJPയെ അനുകൂലിച്ചിട്ട് പോലും BJP തന്നെ രാജ്യദ്രോഹിയാക്കി. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പൊതുപ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നില്ല, കുടുംബത്തോടൊപ്പം സന്തോഷമായി ജീവിക്കാൻ പോകുന്നു എന്ന ഒരു അർത്ഥം വരുന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അഖിൽ മാരാർ NDA സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃക്കാക്കര മണ്ഡലത്തിൽ നിന്നാണ് മത്സരിച്ചത്. തൃക്കാക്കര മണ്ഡലത്തിൽ ഉമാ തോമസാണ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. അഖിൽ മാരാർ NDA സ്ഥാനാർത്ഥി 21,000-ൽ പരം വോട്ടുകൾ നേടിയെങ്കിലും 3ാം സ്ഥാനത്തേക്ക് പോവുകയായിരുന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ NDAക്ക് അവിടെ വോട്ട് ഉയർത്താൻ സാധിച്ചു. പക്ഷേ 3ാം സ്ഥാനത്ത് പോയി ജയിക്കാൻ കഴിഞ്ഞില്ല. ഒട്ടനവധി വിവാദങ്ങളിലേക്ക് പിന്നീട് പോകുന്നു. പിന്നീട് NDA സ്ഥാനാർത്ഥി തന്നെ പാർട്ടി വിട്ടു പോകുന്ന സാഹചര്യവുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ഞാൻ ആലോചിക്കാറുണ്ട് സത്യത്തിൽ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന്. അഖിൽ എന്നെ സഹായിച്ചിട്ടുണ്ട് എന്നല്ലാതെ അവൻ എന്നെ ചതിച്ചവനാണ് എന്ന് ഒരാൾ പോലും പറയില്ല. അനാവശ്യമായി മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിച്ചു, ഒരുപാട് പേരെ വെറുപ്പിച്ചു. ഏറ്റവും കൂടുതൽ വെറുപ്പ് എനിക്ക് കിട്ടിയ ഒരു വിഷയമായിരുന്നു ദിലീപിനെ പിന്തുണച്ചത്. അന്ന് കുറേ പേർ പറഞ്ഞു ഞാൻ പണം വാങ്ങി സംസാരിക്കുന്നുവെന്ന്. തെണ്ടിത്തിരിഞ്ഞ് കുത്തുപാളയെടുത്ത് നിന്ന നാളിൽ പോലും എനിക്കൊരു 5,000 രൂപ വേണമെന്ന് ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല. ദിലീപ് വിഷയത്തിൽ അയാളിൽ ഒരു സത്യമുണ്ടെന്ന് കരുതി സമൂഹം അയാളെ ഇല്ലാതാക്കാൻ നോക്കുന്നു എന്ന് കണ്ടു മാത്രം പിന്തുണച്ചു. ദിലീപിന് വേണ്ടി പലതവണ എന്നെ വിളിച്ചിട്ടുള്ള നാദിർ ഷാ ദിലീപിൻ്റെ ജീവിതം തകർത്ത PT തോമസിൻ്റെ ഭാര്യ മത്സരിക്കുന്ന തൃക്കാക്കര മണ്ഡലത്തിലെ വോട്ടറായിട്ട് കൂടി എനിക്കൊരു ആശംസ പോലും നൽകിയില്ല. എന്നു മാത്രമല്ല, പിഷാരടിക്ക് വേണ്ടി പ്രോഗ്രാം ചെയ്തു കൊടുക്കാൻ പോയി. തോൽക്കാൻ പോകുന്നവന് എന്ത് ആശംസ എന്നായിരുന്നു ചിന്ത. രാമക്ഷേത്രത്തിൽ ക്ഷണിച്ചിട്ട് പോലും പോകാത്ത ഞാൻ വേടൻ്റെ രാമനെക്കുറിച്ചുള്ള പ്രസ്താവനയിൽ എതിർത്തു. അതോടെ ദളിത് സമൂഹം അനാവശ്യമായി എൻ്റെ ശത്രുവായി. സത്യത്തിൽ വേടന് എന്നെയും എനിക്ക് വേടനെയും വലിയ ഇഷ്ടമാണ്. ഞങ്ങൾ വിളിച്ച് സംസാരിക്കുന്നവരാണ്. എൻ്റെ നാട്ടിൽ ഭൂരിപക്ഷം വരുന്ന NSSനെ എതിർത്ത് KPMSന് വേണ്ടി സംസാരിച്ചതായിരുന്നു കോൺഗ്രസിൽ ഉള്ള കാലം എനിക്ക് പുറത്തു പോകേണ്ടി വന്ന കാരണങ്ങളുടെ തുടക്കം. 80% നായർ അംഗങ്ങളുള്ള കോട്ടത്തലയിൽ എൻ്റെ സുഹൃത്തുക്കളുടെ ഉൾപ്പെടെ ശത്രുത എനിക്ക് കിട്ടിയപ്പോഴും ഞാൻ സത്യത്തിനൊപ്പമാണെന്ന ചിന്ത മാത്രമായിരുന്നു എൻ്റെ ധൈര്യം. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ പല തീരുമാനങ്ങളും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് കണ്ടപ്പോൾ മുഖ്യമന്ത്രിയെ ശക്തമായി എതിർത്തു. ഇതിൻ്റെ പേരിൽ സർക്കാരിനെയും പാർട്ടിയുടെയും ശത്രുവായി. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ അമേരിക്കൻ ഇടപെടലിൽ പിന്മാറിയ മോദിയുടെ രീതി ഭാരതീയൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നായപ്പോൾ അതിനെ ശക്തമായി എതിർത്തു. ഫലമോ BNS പ്രകാരം കേരളത്തിലെ ആദ്യത്തെ രാജ്യദ്രോഹി. ഇതേ BJPക്കാർ ഇന്ന് ജാൻമണിയും മറ്റ് ചില യൂട്യൂബർമാരും തീവ്ര പ്രസ്താവനകൾ നടത്തിയപ്പോൾ കൊടുത്ത കേസുകൾ വെറും സ്റ്റേഷൻ ജാമ്യം കിട്ടുന്നവ. അത്രയ്ക്ക് ദേഷ്യം BJPക്കാർക്ക് എന്നോടുണ്ട്. എമ്പുരാൻ വിഷയത്തിൽ പൃഥ്വിരാജ് ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞത് കേരളത്തിൽ സമാധാനമായി ജീവിക്കുന്ന മനുഷ്യർ ഒരു സിനിമയുടെ പേരിൽ തമ്മിലടിക്കരുത് എന്ന് ചിന്തിച്ചിട്ടാണ്.
ദിവസേന പല പ്രശ്നങ്ങൾ പറഞ്ഞ് എന്നെ വിളിക്കുന്ന കൊട്ടാരക്കരയിലെ എൻ്റെ നാട്ടുകാർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന ചിന്ത മാത്രമാണ് അവിടെ മത്സരിക്കണം എന്ന് ചിന്തിപ്പിച്ചത്. 2.5 വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ ഫ്ലാറ്റ് വാങ്ങിയിട്ടും എൻ്റെ അഡ്രസ്സ് ഇന്നും കോട്ടത്തലയിലെ ആണ്. എൻ്റെ വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് KL 24 ആണ്. ആ നാട് എനിക്കൊന്നും തന്നിട്ടില്ല. എങ്കിലും എൻ്റെ മഹാഗണപതിയുടെ മണ്ണിൽ എന്തെങ്കിലും ചെയ്യണമെന്ന ചിന്ത പക്ഷേ ഞാൻ അത് പൂർണ്ണമായും ഉപേക്ഷിക്കുകയാണ്. അവനവന് വേണ്ടി അല്ലാതെ അവരന് വേണ്ടി സംസാരിച്ച് ശത്രുക്കളെ ഉണ്ടാക്കിയ എനിക്ക് നാളിതുവരെ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്നത് ചോദിച്ചാൽ എൻ്റെ സത്യം തിരിച്ചറിയുന്ന ഒരു ശക്തി എൻ്റെ കൂടെയുണ്ട്. വിരലിലെണ്ണാവുന്ന കൂട്ടുകാർ മാത്രമേ അന്നും ഇന്നുമുള്ളൂ. എൻ്റെ ശബ്ദം ഇനി എനിക്ക് വേണ്ടി മാത്രമായി ഒതുക്കി സന്തോഷത്തോടെ ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് അവസാനിക്കുന്നത്. അഖിൽ മാരാർ പ്രശസ്തനായ ഒരു സിനിമാ പ്രവർത്തകനാണ്. അദ്ദേഹം ഒരു സംവിധായകനാണ്. മാത്രമല്ല ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുടെ വിന്നർ കൂടിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് പൊതുപ്രവർത്തനത്തിലേക്ക് വരുന്നത്. അദ്ദേഹം കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടു. പിണറായി വിജയനെ ശക്തമായി എതിർക്കുന്നത് നമ്മൾ കണ്ടു. അതിൻ്റെ പേരിൽ പിണറായി വിജയൻ സർക്കാർ അഖിൽ മാരാർക്കെതിരെ കേസെടുത്തതൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷമാണ് അദ്ദേഹം NDAയിലേക്ക് വരുന്നത്. അത് ഈ 2020യിലൂടെയാണ് അദ്ദേഹം വരുന്നത്. ആ മത്സരത്തിന് ശേഷം NDAയുമായും തെറ്റിപ്പിരിയുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ അദ്ദേഹം പൊതുപ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുന്നു. നാദിർ ഷായുടെയും BJPയുടെയും ചതി വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ചു എന്ന സൂചന നൽകിക്കൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് നൽകിയിരിക്കുന്നത്.